1GB പുതിയ ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇപ്പോൾ കാണാൻ മാത്രം വലിയ വ്യത്യാസമില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ അണ്ടർനീത്ത് നല്ല വ്യത്യാസമുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. എക്സ്റ്റീരിയർ എടുക്കുകയാണെങ്കിൽ കണക്റ്റഡ് DRL പോയി, ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്, കണക്റ്റഡ് ബാറൊക്കെ പോയി, അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിൽ ഫ്രണ്ടിലും ബാക്കിലും വ്യത്യാസമുണ്ട്. സൈഡ് ഡിസൈൻ ഒരു വ്യത്യാസമില്ല, ഇവൻ അലോയ്സ് വരെ സെയിം ആണ്. ബാക്കിൽ പക്ഷേ നമ്മൾ പഞ്ച് ഫേസ് ലിഫ്റ്റിൽ കണ്ട പോലെ കണക്റ്റഡ് ടൈൽ ലാംപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിസൈനാണ്. ഇന്റീരിയർ ഡിസൈനിലും ഫീച്ചേഴ്സിനൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. ഓൾറെഡി ഇതിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. 10.25 ഇഞ്ചസിൻ്റെ സ്ക്രീൻ, ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, 360 ക്യാമറ, വയർലെസ് ചാർജർ, അങ്ങനെ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർനീത്ത് അവർ ഇതിന്റെ ബാറ്ററി പാക്ക് 2 മാറ്റി. പണ്ട് 25-35 kWh ആയിരുന്നു. ഇപ്പോൾ അത് 30-40 kWh ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബേസിക് വേരിയൻസ് എടുക്കുകയാണെങ്കിലും കൂടുതൽ റേഞ്ച് കിട്ടും. 270 km ആണ് 30 kWh ബാറ്ററി പാക്കിന്റെ C75 റേഞ്ച്, അതായത് റിയൽ ലൈഫ് റേഞ്ച്. ഇനി 40 kWh എടുക്കുകയാണെങ്കിൽ അതിന്റെ റിയൽ ലൈഫ് റേഞ്ച് ടാറ്റ ക്ലെയിം ചെയ്യുന്ന 355 km ആണ്. അഗൈൻ വെരി നൈസ്. മോട്ടറിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാണ്ട് പവർ ഫിഗേഴ്സ് എല്ലാം സെയിം ആണ്. നമുക്ക് 129 PS പവറും 9 സെക്കൻഡ്സിനടുത്ത് 0 to 100 കിട്ടുന്നത്. പ്രൈസ് ഇതിന്റെ നോർമൽ വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 9.69 lakhs-ലും മാക്സിമം 12.59 lakhs വരെയാണ് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഒരു ബാറ്ററി ആസ് എ സർവീസിൻ്റെ ഓപ്ഷനോടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 2.6 rupees per kilometer കോസ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ബേസ് മോഡൽ 6.49 lakhs-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ എടുക്കാം. പക്ഷേ ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ് പ്രൈസ് സ്റ്റാർട്ടിങ് കുറച്ച് കാണിക്കാനായിട്ട്. ഏതായാലും 40 kWh ബാറ്ററി പാക്കിൻ്റെ കൂടെ ലൈഫ് ടൈം വാറണ്ടി അവർ കൊടുത്തിട്ടുണ്ട് ബാറ്ററിക്ക്. അത് ഈ സെഗ്മെന്റിൽ ഫസ്റ്റ് ആണ്.